അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യുദ്ധങ്ങൾക്ക് വേണ്ടി ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് പോലെ തോന്നുന്നു. പല വാർത്താ മാധ്യമങ്ങളും മീഡിയകളൊക്കെ പരിശോധിക്കുമ്പോൾ അതിലൊക്കെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു യുദ്ധം നടന്നു പോകുമോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് രാജ്യങ്ങളാണെങ്കിലും ആ രാജ്യങ്ങൾ, അതിൽ നിന്ന് ചില രാജ്യങ്ങൾ പരസ്പരം ചെയ്യുന്ന യുദ്ധങ്ങൾ അതൊരിക്കലും ഒരു രാജ്യത്തിനും ഗുണകരമല്ല. ഇന്ന് വരെ ലോകത്ത് നടന്ന ഈ ആധുനിക യുഗങ്ങളിൽ നടന്ന പല യുദ്ധങ്ങളും വേണ്ടാത്ത യുദ്ധങ്ങളായിരുന്നു എന്ന് പിൽക്കാലത്ത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ യുദ്ധത്തിൽ മുന്നിൽ നിന്ന ആളുകൾക്ക് പോലും, അല്ലെങ്കിൽ അതിനെ നയിച്ച ആളുകൾക്ക് പോലും പിന്നീട് തോന്നിയിട്ടുള്ളത് വേണ്ടായിരുന്നു എന്ന്. അതിനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഭൗതികമായ താൽക്കാലിക ലാഭം ഉണ്ടായേക്കാം. ഇന്നിപ്പോ ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടത്തുന്നതിനേക്കാൾ നല്ലത് ആ രാജ്യത്തിലെ തലവന്മാർ തമ്മിൽ പോരാടട്ടെ. അവർ കളത്തിലിറങ്ങിയിട്ട് അവർ തമ്മിൽ നന്നായിട്ട് യുദ്ധം ചെയ്യട്ടെ. ഇതിനെ ഈ പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെ യുദ്ധത്തിൽ അവരെ ഇരകളാക്കുന്നത്. എത്ര മനുഷ്യന്മാരെയാണ്, നിരപരാധികളായ ആളുകളെയാണ് കൊല്ലപ്പെടുന്നത്. എന്നിട്ട് നല്ല സുഖലോലുപരായിട്ട് രാജ്യത്തിന്റെ തലവന്മാര്, നേതാക്കന്മാര് അവിടെ ഇങ്ങനെ എയർ കണ്ടീഷൻ മുറിയിൽ കിടന്നുറങ്ങും. ഈ പാവങ്ങളായ ആളുകൾ ഇങ്ങനെ അതിങ്ങനെ സഹിച്ചുകൊണ്ട് അവരുടെ ഉള്ള എല്ലാം നശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നശിച്ചുകൊണ്ട് അവരിങ്ങനെ വഴിയാധാരമാവും. അവരിങ്ങനെ ടെന്റിൽ കഴിയേണ്ടി വരുന്നു, അഭയാർത്ഥി ക്യാമ്പുകൾ കഴിയേണ്ടി വരുന്നു, പലായനം ചെയ്യേണ്ടി വരുന്നു. ഇതായിരിക്കും വലിയ വിഷയമായിട്ടുണ്ടോ? എന്നാൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയല്ലേ ഈ ഭരണരംഗങ്ങളിൽ, ഈ ഭരണ കേന്ദ്രങ്ങളിൽ, ഭരണ നേതൃനിരകളിൽ ഇവരെത്തിച്ചേരുന്നത്. പലയിടത്തും ജനാധിപത്യ രീതിയിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ ഭരണാധികാരികൾ ജനങ്ങളെ എത്രമാത്രം സേവിക്കണം, എത്രമാത്രം അവർക്ക് ഗുണം ചെയ്യണം, പ്രൊട്ടക്ഷൻ നൽകണം. ഇവർ യുദ്ധങ്ങൾ ഇങ്ങനെ തുടങ്ങും. ആ യുദ്ധങ്ങളിലൂടെ ജനങ്ങൾ വല്ലാണ്ട് കഷ്ടപ്പെടും. അവർക്ക് ഉടുപ്പില്ല, അവർക്ക് താമസമില്ല, താമസിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള സൗകര്യങ്ങളില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, കറണ്ടില്ല, ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നു. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ എത്ര പ്രയാസപ്പെടുന്ന ജനങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ഇനി അഥവാ യുദ്ധം ചെയ്യാൻ നിർബന്ധമാണെങ്കിൽ ആ രാജ്യ തലവന്മാര് കളത്തിലിറങ്ങിയിട്ട് യുദ്ധം ചെയ്യട്ടെ. നമുക്കൊക്കെ നോക്കിക്കാലം. അള്ളാഹു തആല നമുക്ക് നല്ല ബോധം നൽകുമാറാവട്ടെ. നമ്മുടെ രാജ്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് അള്ളാഹു സുരക്ഷിതത്വം നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.